ബില്ലുകൾ പാസ്സാക്കാൻ ട്രഷറികൾക്ക് നിർദ്ദേശം. ഡിസംബർ ജനുവരി മാസങ്ങളിലെ എല്ലാ ബില്ലുകളും മാറും. 1303 കോടി രൂപയുടെ ബില്ലുകൾ മാറി നൽകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായുണ്ട്. പ്രശാന്ത്, സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെയുണ്ട്. ട്രഷറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇതിപ്പോൾ കേന്ദ്രം ഈ കടമെടുപ്പ് വായ്പാ തുക അനുവദിച്ചതിന് പിന്നാലെയാണോ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നത് ധനകാര്യ വകുപ്പ്? കേന്ദ്രത്തിൽ സുപ്രീം കോടതിയിൽ പോയി സംസ്ഥാന സർക്കാർ കടമെടുപ്പിനുള്ള ഒരു അവസരം നേടിയെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പരിഹരിക്കാനുള്ള ചെറിയൊരു മാർഗം കണ്ടെത്തി എന്നതിനാൽ തന്നെയാണ് ബില്ലുകൾ പാസ്സാക്കാൻ ട്രഷറികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഈ മാസം സാമ്പത്തിക വർഷം മാർച്ച് 31 അവസാനിക്കുകയാണ്. ട്രഷറിയിൽ പല ബില്ലുകളും പാസ്സാക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളുണ്ട്. കാരണം 1 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മാത്രം പാസ്സാക്കാനേ നിലവിൽ അനുമതിയുള്ളൂ. അതിന് മുകളിലേക്കുള്ള ബില്ലുകൾ പാസ്സാക്കാൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് അനുമതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിലാണ് ഡിസംബർ ജനുവരി മാസങ്ങളിലെ എല്ലാ ബില്ലുകളും മാറ്റാനായി പാസ്സാക്കുന്നതിനായി അനുമതി നൽകിയിരിക്കുന്നത്. ധനമന്ത്രി 1303 കോടി രൂപയുടെ ബില്ലുകൾ മാറ്റി നൽകണമെന്ന് ധനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ബില്ലുകൾക്കാണ് മുൻഗണന. അതിന് കാരണം ഈ സാമ്പത്തിക വർഷം ഈ മാസം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നത് തന്നെയാണ്.